ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്. അപ്പം ചാള നമ്മൾ ഫ്രൈ ആക്കാൻ പോവുകയാണ്. ഫ്രൈക്കായിട്ട് ആദ്യം കുറച്ച് മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടി ചേർക്കണം, ചെറിയ ജീരകം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ. നമ്മളിതിൽ വെള്ളം യൂസ് ചെയ്യുന്നില്ല. വെള്ളം യൂസ് ചെയ്യാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കൈയിട്ട് മിക്സ് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ. നമ്മൾ മൊത്തത്തിൽ നല്ലോട്ട് കുഴഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിലേക്ക് നമുക്ക് ആവശ്യം മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീനായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എണ്ണ ഒന്നും നോക്കുന്നില്ല, അരി ബാക്കിയുമാണ്. ആവശ്യത്തിന് മീൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. മീൻ ഫ്രൈ ചെയ്യുന്നതിനായി തീ കത്തിച്ചതിലേക്ക് ഒരു പാൻ ഇട്ട് നോക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ മീൻകറി സമയം റെഡിയാവുന്നുണ്ട്. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറിയുടെ കൂടെ തന്നെ ചീരത്തോരൻ, കുറച്ച് നേരം ഇദ്ദേഹത്തെ കൂടെ നമുക്ക് ചീര ഒന്ന് മടി കൊടുക്കണം. ചീരത്തോരനായിട്ടുണ്ട്. ചീരയുടെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇരുന്നതാണ്. ചീര റെഡിയായിട്ടുണ്ട്. ചീര ഓഫ് ചെയ്തോളാം. മീൻകറിയും തിളച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ മീൻകറിയും ഓഫ് ചെയ്ത് വെക്കുകയാണ്. നമുക്കൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നിന്നു. നമുക്ക് അതിനെ തിരിച്ച് ഇടുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടാം. ഇത് നമ്മൾ മറിച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് വെന്തിട്ട് അപ്പുറത്തേക്ക് വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കുക. ബൈ. മീൻ കറി പൊരിച്ച മീൻ തോരൻ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു 2 പപ്പടം കൂടി പൊരിക്കാം.
പപ്പടം പൊരിക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് സൈഡ്. ചോറ് പോലെയാണ്. ചൂട് ചോറ് തോരൻ കോഴിയ സ്പൂണാണ് കുറച്ച് തോറ്, മൂന്ന് മീൻ ഫ്രൈ, ഫ്രൈ മീൻ കറി, വറുത്തരച്ച മീൻ കറിയാണ്. പപ്പടം